അപ്പൊ നമുക്ക് നോക്കാല്ലേ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രനായി പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നഗരമാതാവും അവരുടെ ഭർത്താവ് കൂടിയായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച വാഹനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകും. അവർ പറഞ്ഞു ഡ്രൈവർ മദ്യപാനിയായിരുന്നു, മദ്യപിച്ചിരുന്നു, അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. പോലീസ് ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയനാകുന്നു. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. അന്തസ് വേണോടാ, അന്തസ്. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടോ. തുടർച്ചയായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തിന് അപമാനമാണ്. മേയറുടെ ഭർത്താവ് അതിക്രമിച്ച വാഹനത്തിൽ കയറി. ഇവർക്ക് എന്ത് അവകാശമാണ് ബസ് തടഞ്ഞു നിർത്താൻ? ഒരു കയ്യബദ്ധം, മനുഷ്യരാജ്യം ജോമാർ ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഹെഡ്ലൈറ്റ്സ് ഇട്ട് പോകുന്ന വണ്ടി, അതിന് തൊട്ട് മുമ്പേ പോകുന്ന കാറിൽ ഇരിക്കുന്നവർ തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന രീതി ആംഗ്യ വിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ, തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ജീവിതം കഷ്ടമായി പോയി. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമുള്ളൂ. എന്നതാ ഈ ഇഷ്യൂ നീ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് കേട്ടോ. ഇവിടെ ആരോടാണ് ഈ ഷിജുഖാൻ വെല്ലുവിളി നടത്തുന്നത്? സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതാരാണ്? ഇത്രയും ദിവസമായിട്ടും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെ കുറിച്ചല്ലേ ഷിജുഖാൻ സംസാരിക്കുന്നത്? ഒരു മന്ദൻ. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. ഏത് നേതാവായാലും വിളഞ്ഞു പഴുക്കണം. വിളയാതെ പഴുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.